മുൻപുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട. ഇതാ ഞാൻ പുതിയതൊന്ന് ചെയ്യുന്നു, അത് ഇപ്പോൾ ഉത്ഭവിക്കും. നിങ്ങൾ അത് അറിയുന്നില്ലയോ? അതെ, ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും. യെശയ്യാപ്രവചനം 43:18-19 വാക്യങ്ങൾ. പ്രിയ സഹോദരങ്ങളെ, ദൈവം തൻ്റെ മക്കളെ മിസ്രൈമിൽ നിന്നും ഇസ്രയേലിലേക്ക്, കനാൻ ദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവരുമ്പോൾ ദൈവം അവർക്ക് ചെയ്തായ നന്മകളെല്ലാം അവർ മറന്നുപോയി. ദൈവം അവരോട് പറയുന്നത്, നിങ്ങൾ മുൻപുള്ളവയൊന്നും നിങ്ങൾ ഓർക്കേണ്ട, പണ്ടുള്ളവയെക്കുറിച്ച് നിരൂപിക്കുകയും വേണ്ട. നിങ്ങൾക്ക് ഞാൻ പുതിയതായ ഒരു കാര്യം ചെയ്യുന്നു. ഇന്ന് നമ്മോട് പറയുന്നത്, ദൈവം നിൻ്റെ ജീവിതത്തിൽ പുതിയ കാര്യങ്ങൾ ചെയ്യുവാൻ പോകുന്നു. നിൻ്റെ ഇന്നലകളെക്കുറിച്ച് നീ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നിൻ്റെ നഷ്ടങ്ങളെക്കുറിച്ച് നീ വ്യാകുലപ്പെടേണ്ട ആവശ്യമില്ല. നിൻ്റെ ഇല്ലായ്മകളെക്കുറിച്ച് നീ ആകുലപ്പെടേണ്ട ആവശ്യമില്ല. നിനക്ക് പുതിയതായി ദൈവം തമ്പുരാൻ ഒരു വലിയൊരു അത്ഭുതം ചെയ്യാൻ പോകുന്നു. നിൻ്റെ ജീവിതത്തിൽ പുതിയ പല കാര്യങ്ങളും അനുഭവിക്കാൻ നീ പോകുന്നുണ്ട്. മരുഭൂമിയിൽ ദൈവം ഒരു വഴി ഒരുക്കി, നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാക്കിയതായ ദൈവം ഇനി എന്തു ചെയ്യണമെന്ന് ആകുലപ്പെട്ടിരിക്കുന്നതായ നിൻ്റെ ജീവിതത്തിൽ ദൈവം പുതിയ വഴികളെ തുറക്കാൻ പോകുന്നു. ദൈവം പുതിയ മാർഗങ്ങൾ നിനക്കായി തുറന്നിടാൻ പോകുന്നു. നീ പ്രശ്നങ്ങളിൽ നോക്കി നെടുവീർപ്പെടേണ്ടതല്ല. ഇന്നലകളിൽ നിൻ്റെ പ്രയത്നങ്ങൾ പരാജയപ്പെട്ടു പോയെങ്കിൽ ആ സ്ഥാനത്ത് നിനക്ക് നന്മയുടേതായ പുതിയ പാതകൾ തുറക്കുന്നതായ ദൈവത്തിൻ്റെ സ്നേഹം അനുഭവിക്കുവാൻ, ദൈവിക കൃപകൾ പ്രാപിക്കേണ്ടതിന്, ദൈവം തുറക്കുന്ന വാതിലൂടെ സഞ്ചരിക്കേണ്ടതിന് നീ ദൈവത്തെ നോക്കുക. നിന്റെ കണ്ണ് സ്വർഗത്തിലേക്ക് ഉയർത്തുക. മരുഭൂമിയിൽ ഒരു വഴി ഒരുക്കി തൻ്റെ ജനങ്ങളെ വഴി നടത്തിയതായ ദൈവം നിന്റെ ജീവിതത്തിൽ പ്രവർത്തിക്കുവാൻ ദൈവം പോകുന്നുണ്ട്. ആ ദൈവത്തിൻ്റെ കരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. നിർജ്ജന പ്രദേശത്ത് നദികൾ ഉണ്ടാക്കി തൻ്റെ ജനത്തെ പരിപോഷിപ്പിച്ച ദൈവം നിന്റെ ജീവിതത്തിൽ ആ ശാശ്വതമായിരിക്കുന്ന ജീവൻ്റെ നീർത്തടാകങ്ങൾ തുറക്കുവാൻ പോകുന്നുണ്ട്. നീ വിശ്വസിക്കുന്നുവെങ്കിൽ ഇന്നലകളിലൂടെ എല്ലാം നീ ഉപേക്ഷിച്ചിട്ട്, കഴിഞ്ഞതെല്ലാം മറന്നു കളഞ്ഞിട്ട്, പുതുക്കത്തിൻ്റെ അനുഭവത്തോടുകൂടെ ദൈവം നിനക്കായി വെച്ചിരിക്കുന്നതായ ആ നല്ല പാതകളിലൂടെ, ആ നിനക്കായി തുറന്നിരിക്കുന്നതായ ആ വഴികളിലൂടെ നീ സഞ്ചരിച്ച് ജീവൻ്റെ ജലനദി നീ പാനം ചെയ്ത് തൃപ്തരാകുവാൻ തയ്യാറായിക്കൊള്ളുക. ദൈവം നിന്നെ അതിലേക്കായി ക്ഷണിക്കുന്നു. അതിലേക്കായി ദൈവം നിന്നെ ചേർത്തണയ്ക്കുന്നുണ്ട്. ദൈവകരങ്ങളിൽ നിന്നെ തന്നെ സമർപ്പിക്കുക. ദൈവം നിന്നെ അനുഗ്രഹിക്കുമാറാകട്ടെ. നിൻ്റെ ജീവിതങ്ങളെ പരിപോഷിപ്പിക്കുമാറാകട്ടെ. നിൻ്റെ ജീവിത അഭിലാഷങ്ങൾ സാക്ഷാത്കരിക്കുവാൻ ദൈവം തൻ്റെ കൃപകളാൽ നിന്നെ മാനിക്കുമാറാകട്ടെ. ആമേൻ.